കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തന്നെയാണ് ശശി തരൂർ. കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതായത് സ്ഥിരമായിട്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള ഒരാൾ. 4ലധികം പ്രാവശ്യം തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വിജയിച്ചു. ഇനി അടുത്ത ചോദ്യം, ശശി തരൂർ കോൺഗ്രസിൽ നിൽക്കുമോ? അതായത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കൾ ഡൽഹിയിലുള്ളവർ, അവരോടൊക്കെ ശശി പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി വിടുകയാണെന്ന്. കാരണം വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം എന്താണ് ഈ ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ? അത് അദ്ദേഹം പറയുന്നത് 24 മണിക്കൂർ എല്ലായ്പ്പോഴും കോൺഗ്രസ് പാർട്ടി BJPയെയും മോദിയെയും പറയുന്നത് അവർ ജയിക്കുന്നത് ഈ EVM ടാമ്പർ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ നിർത്തുക. അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ നിർത്തിയാൽ മാത്രമേ എങ്ങനെയാണ് BJPയെ ഓവർകം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നത്, ആ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുക. ഇത് ശശി ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. കാരണം അവരിപ്പോഴും പറയുന്നത് EVM ടാമ്പർ ചെയ്തിട്ടാണ് BJP ജയിക്കുന്നത്, അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം രണ്ടാമത് മറ്റുള്ള ഈ ഇഷ്യൂസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആർട്ടിക്കിൾ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ടിക്കിൾ, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സംഭവം ബേസിക്കലി അതിൻ്റെ തുടങ്ങിയതും അതിൻ്റെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റും അതിന് വളരെ ഫോക്കസുമായിട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത് ഡയറക്റ്റ്ലി കേരള ഗവൺമെൻറ്റിനെ മാത്രമല്ല പുള്ളി പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് കൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശശി പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഇന്ത്യയിൽ പലയിടത്തും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് എക്കണോമിക്കലായിട്ടും മറ്റേ ഇൻഫ്രാസ്ട്രക്ചറായിട്ടും വലിയ മാറ്റം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിനുശേഷമാണ് എങ്ങനെയാണ് BJPയെയും മോദിയെയും ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജി തയ്യാറാക്കണം. അല്ലാതെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി. അപ്പോൾ അതിനനുകൂലമായിട്ട് ശശി പറയും, കാരണം അമേരിക്കൻ പ്രസിഡന്റ് അവിടെ മൂന്നാമതൊരു രാജ്യത്തിൻ്റെ തലവനെ കണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. അപ്പോൾ അത് വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ് ഇന്ത്യക്ക്. അപ്പം അതിനെ താഴ്ത്തിക്കെട്ടി കാണുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം അതിനെയും ശശി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കാഴ്ചപ്പാടിനെയും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും ഖർഗയുടെയും കാഴ്ചപ്പാടിനെ തള്ളിക്കളയുക. ഇനി നമുക്ക് നോക്കാം. അപ്പം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ശശി തരൂർ ഈ കോൺഗ്രസ് പാർട്ടി വിടും. കാരണം അയാൾക്ക് അറിയാവുന്ന പലരോടും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗുലാം നബി ആസാദിൻ്റെ ലൈൻ തന്നെയാണ് ശശി തരൂർ എടുത്തിരിക്കുന്നത്. ഗുലാം നബി പറഞ്ഞ എന്തിൻ്റെ പേരിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്? അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ചെയ്യാനുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കുന്നില്ല, അതിന് പറ്റിയ നേതാക്കളെ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നില്ല. പൂർണ്ണമായിട്ടും ഒരു കുടുംബം, ഈ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കോക്കസിലോ കുറച്ച് ആൾക്കാർ ഭരിക്കുന്നു. ഇതേ നിലപാടാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം മുന്നിൽ കാണുന്നില്ല. അപ്പം അതിനകത്ത് രാഷ്ട്രീയ തന്ത്രങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 3 ടേം കൊണ്ട് പറയുന്ന, അതായത് EVM ടാമ്പർ ചെയ്തു, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, ഇതൊക്കെ പറയുന്നത് തെറ്റായ രീതിയിലുള്ള പൊളിറ്റിക്സാണ്. അതിന് യാതൊരു മുൻപോട്ട് ഫർദറായിട്ട് പോകാൻ കഴിയില്ല. പിന്നെ നമ്മൾ നോക്കാം, ഈ ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ ഉണ്ടാകുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും? ഇപ്പോൾ പലരുടെയും ധാരണ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ഇതൊക്കെ തെറ്റാണ്. ഈ ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കിക്കോളൂ, അതിൻ്റെ കൂടെ ഇന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരനും ശശിയുടെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് 2-3 വിഷയങ്ങൾ എടുത്തോളൂ. K. സുധാകരൻ അറിയാം, അദ്ദേഹത്തിൻ്റെ അസുഖ പ്രശ്നമാണ്. വലിയൊരു എമൗണ്ട് തന്നെ വേണം അയാളെ ട്രീറ്റ് ചെയ്യാൻ. അതായത് പാർലമെൻറ്റിൽ പങ്കെടുക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനും പോകാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ടേമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കോൺഗ്രസ് പാർട്ടി വിട്ട് BJP പോയി കഴിയുകയാണെങ്കിൽ
ഈ അയാളെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായിട്ട് നിയമിക്കും. കാരണം ഒരു പോസ്റ്റ് കിട്ടുകയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ സുധാകരൻ കൂടെ പോവുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കണ്ണൂർ സീനിയറായിട്ടുള്ള സണ്ണി ജോസഫ്, അങ്ങനെ പല പരിവാരങ്ങളുണ്ട്. ഇവരെല്ലാം ഈ പറയുന്ന ശശിയുടെ കൂടെ അങ്ങ് പോകും. പിന്നീടുണ്ടാകുന്നത് ഈ ശബരിനാഥ്, അങ്ങനെ ചെറുപ്പക്കാരായ പല നേതാക്കളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ യങ് വോട്ടേഴ്സ് ഉണ്ട്, ചെറുപ്പക്കാർ. അത് അവർക്കിന്നും ശശി തരൂരിന് വലിയൊരു കാര്യമാണ്. അതായത് ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിട്ട് BJP പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം CPM-നായിട്ട് വോട്ട് ഒന്നും നേടാനൊന്നുമില്ല. കാരണം അടുത്ത പ്രാവശ്യം എങ്ങനെയായാലും ഒരു ആൻറ്റി ഇൻകംബൻസി, ആൻറ്റി പിണറായി ഈ സംഭവം വല്ലാതെ കയറി അടിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് ഫ്യൂച്ചർ ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ശശി തരൂരിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം അറ്റ്ലീസ്റ്റ് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം പോകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും BJP-യിലാണ്. അപ്പം BJP കിട്ടുന്ന അഡ്വാൻറ്റേജ് ഭയങ്കരമാണ്. അതായത് ഞാനീ വീണ്ടും ആവർത്തിക്കുന്നു, ശശി തരൂരും കൂട്ടനും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വെർട്ടിക്കലി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും. അതാണ് എൻ്റെ റീസൺ. അതാണ് ഇത് വെർട്ടിക്കലി അങ്ങ് സ്പ്ലിറ്റ് ആയിപ്പോകും. കാരണം സുധാകരൻ ഉൾപ്പെടെ മറ്റ് സീനിയർ നേതാക്കൾ ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാരണവശാലും 2026 നടക്കുന്ന ഇലക്ഷനിൽ UDF-നെ നയിച്ച് അധികാരത്തിൽ കയറാൻ പറ്റത്തില്ല. ഇനി BJP-യുടെ സ്ഥിതി ആലോചിക്കുക. BJP-ക്ക് കേരളത്തിലൊരു കരിസ്മാറ്റിക് ലീഡറില്ല. അവർക്കൊരു ലീഡറെ പോലും ഉയർത്തി കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ശശി തരൂർ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന സംഭവം ആലോചിച്ചോണം. അത് കേരളത്തിലെ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് റീറൈറ്റ് ചെയ്യും. ഇന്ന് വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമല്ല ശശി തരൂരും കൂട്ടരും BJP-യിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ 2026 നടക്കുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത്, അതായത് ട്രയാങ്കുലർ കറക്റ്റ് ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇപ്പോൾ 2024 നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ, അപ്പോൾ ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ എത്ര സീറ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ UDF-ന് സീറ്റ് കിട്ടിയത് കേരളത്തിൽ. പിന്നെ ഒരു സീറ്റാണ് ഇവിടെ LDF ജയിച്ചിരിക്കും, ഒരു സീറ്റ് BJP ജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച സീറ്റുകളിൽ, അപ്പോൾ അതിനകത്ത് പല നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കുക. രസകരമായ കണക്കാണ്. പലരും ജയിച്ചിരിക്കുന്നതും ലീഡ് ചെയ്തിരിക്കുന്നതും 2000, 3000, 4000 വോട്ടിന് രണ്ടാം സ്ഥാനത്താണ് BJP വന്നിരിക്കുന്നത്. ആലോചിച്ചോണം. ഇപ്പോൾ ശശി തരൂരും കൂട്ടരും ഇങ്ങോട്ട് ചാടുകയാണെങ്കിൽ, അതായത് ഞാനീ പറയുന്ന ഏകദേശം 35ഓളം സീറ്റുകളിലാണ് ഈ സംഭവം. BJP-യിലോട്ട് വരികയാണെങ്കിൽ BJP മിനിമം കുറഞ്ഞതൊരു 30 സീറ്റ് കയറി അങ്ങ് പിടിക്കും. 30 സീറ്റ് കേരളത്തിൽ BJP പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. UDF അധികാരത്തിൽ വരത്തില്ല, LDF അധികാരത്തിൽ വരത്തില്ല. കാരണം ഹങ് അസംബ്ലിയാണ്, ആർക്കും ഭൂരിപക്ഷമില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ലീഗ് എന്ന് പറയുന്നത് ലെഫ്റ്റിനെ പിന്തുണച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെ പിന്തുണച്ച് വീണ്ടും ലെഫ്റ്റ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യമുണ്ട്. ഇതാണ് ഞാൻ കാണുന്ന പൊളിറ്റിക്സ്. അതായത് BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവർക്കൊരു വളരെ യങ്സ്റ്റേഴ്സിനെയും വോട്ടേഴ്സിനെയും ആകർഷിക്കാനുള്ള നേതാവായിട്ട് ശശിയെ കിട്ടുന്നു. ഈ കോൺഗ്രസിനകത്തുനിന്ന് വരുന്ന മറ്റുള്ള നേതാക്കളുണ്ട്, അവർക്ക് കേരള രാഷ്ട്രീയം BJP-യേക്കാളും അറിയാവുന്നവരാണ്. കാരണം അവരൊക്കെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയിൽ നിന്നും ഈ BJP-യുടെ കോൺഗ്രസ് വിട്ട് BJP-യിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJP-ക്ക് വോട്ട് ചെയ്യും. അതേപോലെ തന്നെ പലയിടത്തും, അതായത് ആലപ്പുഴയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും മറ്റ് പലയിടത്തും അവിടെ CPM-നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJP-ക്ക് വോട്ട് ചെയ്ത CPM-കാരുണ്ട്. ഇവരെല്ലാം BJP-ക്ക് കയറി വോട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും സംഭവം പ്രത്യാഘാതം ഉണ്ടാകും. ചിലപ്പോൾ CPM-ൻ്റെ വെടി അങ്ങ് തീർന്നു പോകും. ഞാനൊരു എക്സ്ട്രീം പറയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഭൂരിപക്ഷമുള്ള പാർട്ടിയായിട്ട് സിംഗിൾ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയുടെ BJP അങ്ങ് മാറും. പക്ഷെ അവർക്ക് പിന്തുണയ്ക്കാൻ ആ സമയത്ത്
ഘടകകക്ഷികൾ മറ്റുള്ള ലെഫ്റ്റിൽ നിന്ന് അവിടെ നിന്നുള്ള ആൾക്കാർ മുസ്ലിം ലീഗ് ഒഴികെ പിന്തുണയാൽ BJP അധികാരത്തിൽ വരും. അപ്പോൾ പോസിബിൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ശശിയുടെ ഡ്രീമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മുഴുവനും മാറി എന്ന് പറയും. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക്, ഭൂരിപക്ഷം ജനങ്ങൾക്കും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവർക്ക്. പക്ഷേ അവർക്ക് അവരുടെ മുമ്പിലൊരു നേതാവിനെ അവതരിപ്പിക്കാൻ BJP കഴിയുന്നില്ല. ശശി തരൂരും കൂട്ടിനും വന്നു കഴിയുമ്പോൾ ആ സംഭവം അങ്ങ് കറക്റ്റായിട്ടങ്ങ് ബാലൻസ് ചെയ്യും. കാരണം അവർക്ക് പറയാം ഇന്ന നേതാവാണ്, ഇന്നയാളാണ്. കാരണം ശശിയോട് കേരളത്തിലെ ചെറുപ്പക്കാർക്കും ഒരു വല്ലാത്തൊരു താല്പര്യമുണ്ട്. കാരണം പുതിയ കേരളം സംഭവം മുന്നോട്ട് പോകും. അതുമല്ല കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. അതിന് വരാൻ പോകുന്ന 30-40 കൊല്ലം കേന്ദ്രത്തിൽ BJP ഭരിക്കുകയുള്ളൂ. ഇതൊക്കെ അറിയാവുന്ന കോൺഗ്രസ്സുകാർക്ക്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിൻ്റെ കൂടെ BJPയിൽ പോകാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. വളരെ സിമ്പിളാണ്. കാരണം കേരളത്തിൽ അധികാരം പോകുമെന്നറിയാം. അതേപോലെ സെൻട്രൽ ഇനി അധികാരം കിട്ടത്തില്ല എന്നറിയാം. അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ വേണമല്ലോ. ഓപ്ഷൻ ശശി തരൂരാണ്. അതോടുകൂടി കേരളത്തിൻ്റെ പൊളിറ്റിക്സ് മുഴുവനും മാറി അങ്ങ് മറിയും. ഇതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ശശി പോകാൻ ഉദ്ദേശിക്കുന്ന BJP ആണെന്നാണ് എൻ്റെ സാധ്യത കൂടുതൽ. അതിനേക്കാൾ ഇത് CPM അത് പോകുന്ന കാര്യമൊന്നുമില്ല. കാരണം ഒരു ഫ്യൂച്ചറും ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരളം എന്ന് പറയുന്ന പോലെ. ഈ കോണകം പോലെ ഇതിനകത്ത് മാത്രം കിടന്ന് കുറച്ച് അന്തം കമ്മികളുള്ള സംഭവമാണ്. കാരണം ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ആൻറ്റി പിണറായി സംഭവമാണ്. ഇപ്പോൾ എല്ലാ ഫാക്ടേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂർ പോകാനുള്ളത് പാർട്ടി എന്ന് പറയുന്നത് BJP ആയിരിക്കും. അതിനുശേഷം BJP എന്ന് പറയുന്നത് കേരള BJP എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ഹോൾഡ് പാർട്ടിയായിട്ട് ട്രയാങ്കുലർ ഫൈറ്റ് വരും. ഇതിനകത്ത് ഇവർ 30-40 ഉറപ്പായിട്ടും 30 സീറ്റ് മേളിൽ കയറിപ്പോവും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും പിന്തുണയില്ലാതെ വരും. പിന്നീടുണ്ടാകുന്ന ആഫ്റ്റർ ഇലക്ഷൻ ശേഷം ഉണ്ടാകുന്ന തോട്ട്സ് ആയിരിക്കും ആരാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തകളും പരാമർശങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിന് പറ്റിയൊരു നീക്കം തന്നെയാണ് ശശി ഇപ്പം നടത്തുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണ് അവസാനത്തെ ആണി അടിക്കുന്നത്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന പലർക്കും ഈ സംഭവം മുമ്പിലോട്ട് കിട്ടുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം, അതായത് വൃത്തികെട്ട കേരളത്തിൻ്റെ രാഷ്ട്രീയം നല്ലൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുവാൻ വേണ്ടി ശശി തരൂരിൻ്റെ ഈ ഒരു മാറ്റം കേരളത്തിന് അനുകൂലമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ.